Welcome to XY's Malayali's channel. Don't forget to subscribe. ലൈഫ് മിഷൻ വീടുകൾ വിൽപ്പന നിയമങ്ങളും വ്യവസ്ഥകളും. ലൈഫ് മിഷൻ പദ്ധതിയും പ്രധാനമന്ത്രി ആവാസ് യോജന മെയ് ഉൾപ്പെടെയുള്ള സർക്കാർ ധനസഹായത്തോടെയുള്ള വീട് നിർമ്മാണ പദ്ധതികളും നിർദ്ദിഷ്ട കാലയളവിന് മുൻപ് വിൽക്കുന്നതിനോ കൈമാറ്റം ചെയ്യുന്നതിനോ അനുമതി നൽകുന്നില്ല. നിലവിലെ നിയമപ്രകാരം ഈ വീടുകൾ ഗുണഭോക്താക്കൾക്ക് 12 വർഷം കഴിഞ്ഞ ശേഷം മാത്രമേ വിൽക്കാനോ കൈമാറ്റം ചെയ്യാനോ കഴിയൂ. നയത്തിലെ മാറ്റം. ലൈഫ് മിഷൻ ആരംഭിച്ചപ്പോൾ ഈ കാലാവധി 12 വർഷം ആയിരുന്നു. പിന്നീട് ഇത് 10 വർഷം, പിന്നീട് 7 വർഷം ആയി കുറച്ചെങ്കിലും പിന്നീട് വീണ്ടും 12 വർഷം ആയി ഉയർത്തി. സർക്കാർ ഈ നിയന്ത്രണം ശക്തമാക്കാൻ എടുത്ത തീരുമാനം വീടുകളുടെ യഥാർത്ഥ ഉദ്ദേശം പാലിക്കപ്പെടണമെന്ന് ഉറപ്പുവരുത്തുന്നതിനു വേണ്ടിയാണ്. എത്ര വർഷം കഴിഞ്ഞാൽ വിൽക്കാം? ലൈഫ് മിഷൻ പദ്ധതിയിലോ ഭമേ സ്കീമിലോ ഉൾപ്പെട്ട വീടുകൾ 12 വർഷം കഴിഞ്ഞാൽ മാത്രമേ വിൽപ്പനയോ കൈമാറ്റമോ നടത്താനാകൂ. വീട് നിർമ്മാണ ധനസഹായത്തിന്റെ അവസാന ഗഡു ലഭിച്ച തീയതി മുതലാണ് ഈ കാലാവധി കണക്കാക്കുന്നത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പദ്ധതികൾ പ്രകാരം നിർമ്മിച്ച വീടുകൾക്കും ഈ വ്യവസ്ഥ ബാധകമാണ്. ഭൂമി പണയപ്പെടുത്താൻ കഴിയുമോ? ഇത്തരം വീട് ധനസഹായം ലഭിച്ചവർ 12 വർഷം കഴിയുന്നതിന് മുൻപായി അത് ബാങ്കുകളിൽ പണയപ്പെടുത്തി വായ്പയെടുക്കാനോ മറ്റെന്തിനെങ്കിലും ഉപയോഗിക്കാനോ കഴിയില്ല. ഇത് ഭവന പദ്ധതികൾ വഴി ലഭിച്ച സർക്കാർ സഹായം യഥാർത്ഥ ഗുണഭോക്താക്കൾക്ക് ലഭിക്കേണ്ടതിനായി എടുത്ത സുരക്ഷാ മുൻകരുതലാണ്. നിയമലംഘനത്തിന് ശിക്ഷയുണ്ടോ? 12 വർഷം കഴിയുന്നതിന് മുൻപായി വീട് വിൽക്കുകയോ കൈമാറ്റം ചെയ്യുകയോ ചെയ്താൽ അതിനെതിരെ സർക്കാർ നിയമ നടപടികൾ കൈക്കൊള്ളും. ഇത് വീട് കൈവശം വെച്ച വ്യക്തിക്ക് പാർപ്പിട അവകാശം നഷ്ടപ്പെടുത്താനിടയാക്കുകയും സഹായത്തുക തിരികെ വാങ്ങാനുള്ള നടപടികൾ തുടങ്ങാനുമിടയാക്കും. അറിഞ്ഞിരിക്കേണ്ടത്: 1. ലൈഫ് മിഷൻ വീടുകൾ 12 വർഷം വരെ വിൽക്കാനോ കൈമാറ്റം ചെയ്യാനോ പാടില്ല. അവസാന ഗഡു ലഭിച്ച തീയതി മുതലാണ് ഈ കാലാവധി കണക്കാക്കുന്നത്. ഭൂമി പണയപ്പെടുത്തിയും വായ്പയെടുക്കാൻ കഴിയില്ല. നിയമലംഘനത്തിന് സർക്കാർ നടപടികൾ സ്വീകരിക്കും. Thank you for watching. Hello, hey.